നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾ എവിടെ പോയി? അവളുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് മല്ലികയ്ക്കൊപ്പം പോയിരിക്കുക. അവളുടെ വിവാഹത്തെ പറ്റി നമ്പീശൻ പറഞ്ഞത് ഗൗരവമായിട്ടാണോ? ഏട്ടനത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനും അത് ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. പരമാവധി എതിർത്തും നോക്കിയതാ. പക്ഷേ കാര്യങ്ങൾ എന്റെ കൺട്രോളിലല്ല ഏട്ടാ. ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ അടുപ്പമാ സഞ്ജനയ്ക്ക് സഞ്ജുവിനോട്. അല്ല, ഞങ്ങൾ തന്നെ ഇത് അറിയുന്നത് ഇപ്പോഴാ. മല്ലിക ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചു. പക്ഷേ സഞ്ജു മുറപ്പണ്ണുമായിട്ട് പ്രണയത്തിലല്ല. ഇനി ആ വിവാഹത്തിന് പ്രസക്തിയുണ്ടോ? മംഗലശ്ശേരിയിലെ ഏക അവകാശിയാ സഞ്ജു. ആ കുടുംബത്തിൽ മറ്റാർക്കും കുട്ടികളില്ല. കവിത വിവാഹം കഴിച്ചിട്ടുമില്ല. തറവാടിന് ഒരു അവകാശി വേണമല്ലോ. അതെന്റെ മോളാകുന്നതല്ലേ ഏട്ടാ നല്ലത്. എനിക്ക് ആ കുടുംബത്തോടുള്ള പക എന്താണെന്ന് സഞ്ജനയ്ക്കറിയാം. അതിനവള് തടസ്സമായി നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പു തന്നു. അവൾക്ക് പക്ഷേ സഞ്ജുവിനെ വേണം. നീ കരുതുന്നത് പോലൊരു പയ്യനല്ല സഞ്ജു. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും അവനുള്ള അറ്റാച്ച്മെന്റ് അറിയാതെയാ നീ കളിക്ക് കൂട്ടു നിൽക്കുന്നത്. അവൻ എന്റെ മോളെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഏട്ടൻ പറയുന്നത്? അവന്റെ കൺമുന്നിൽ ഓരോരുത്തരായി മരിച്ചു വീഴും. ജീവനിൽ കൊതിയുള്ളവർ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കും. എനിക്ക് വേണ്ടത് ഗംഗാധര പണിക്കരുടെയും ശ്രീദേവിയുടെയും ജീവനുകളാ. അത് ഞാൻ എടുക്കും. അതിനുശേഷേ അച്ഛന്റെയും ഏട്ടന്റെയും പിണ്ടം ഞാൻ വെക്കും. കവിതയുടെ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ മുന്നിൽ അവതരിപ്പിക്കും? ഇതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാനാവില്ല ഗൗതം. സഞ്ജന മോൾ ഇവിടെ തങ്ങുന്നത് തന്നെ സഞ്ജു എന്നുള്ള പ്രതീക്ഷയില്ല. ഈ പ്ലാൻ സക്സസ് ആവാൻ ആ വീട്ടിൽ നിന്ന് ഒരാളുടെ പിന്തുണ ഉണ്ടാവുന്നത് നല്ലതല്ലേ? മംഗലശ്ശേരിയിൽ നിന്നോ? അതിനാരാ ഉള്ളത്? കവിത. നിങ്ങൾ കരുതുന്നത് പോലെയല്ല കവിതയുടെ ക്യാരക്ടർ. സ്വന്തം വീട്ടുകാരോട് പകയുമായിട്ടാ കവിത ജീവിക്കുന്നത്. അവളുടെ കൂടെ സഞ്ചരിക്കുന്ന എനിക്കത് മനസ്സിലാവും. മംഗലശ്ശേരി ഗ്രൂപ്പ് സഞ്ജുവിൽ നിന്ന് കൈയടക്കാനുള്ള ഗ്രൗണ്ട് വർക്കുള്ള കവിത ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാഹം നടക്കാതെ പോയതിന്റെ പകയാണോ കവിതയ്ക്ക്? അതെ. സഞ്ജന സഞ്ജുവിനെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ കവിത ഗിരിയെ ആഗ്രഹിച്ചിരുന്നു. അതിന് വിലങ്ങുതടിയായ മുകുന്ദനോടായിരുന്നു അവൾക്ക് ആദ്യം പക തുടങ്ങിയത്. മുകുന്ദൻ മരിച്ചു. എന്നിട്ടും പകയുടെ കനൽ കവിതയിൽ തണുത്തുപോയിട്ടില്ല. ശ്രീദേവിയോടും അടങ്ങാത്ത പകയെ അവൾക്ക്. ഇത്രയൊക്കെ ഏട്ടനോട് എന്ത് വിശ്വാസത്തിലാ കവിത പറഞ്ഞത്? ഏട്ടൻ അവളുടെ PA മാത്രമല്ലേ? ഇനിയും നിന്നിൽ നിന്ന് ഞാൻ ഒന്നും മറക്കുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ആദ്യം ടാർഗറ്റ് ചെയ്തത് കവിതയാ. എളുപ്പത്തിൽ തന്നെ എനിക്ക് അവളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു. എന്റെ ലക്ഷ്യം തന്നെയാണ് അവളുടേതെന്ന് മനസ്സിലായതോടെ ഒന്നിച്ചു നിൽക്കാമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പുകൊടുത്തു. അവളുടെ PA ആയി എന്നെ മംഗലശ്ശേരി ഗ്രൂപ്പിലേക്ക് അവൾ നിഷ്പ്രയാസം കയറ്റിവിട്ടു. ഇപ്പോഴും ഏട്ടൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ കൈവിട്ടു പോവാതിരിക്കാൻ വിവാഹം എന്നൊരു എഗ്രിമെന്റ് ഞാൻ വെച്ചു. അവളത് അംഗീകരിച്ചു. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടായിട്ടില്ല. അത് സാധ്യമാവുന്നത് മംഗലശ്ശേരി അവളുടെ കൈകളിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും. ഞാൻ സഞ്ജനയെ ആ വീട്ടിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാനാ. പക്ഷെ ഏട്ടന്റെ ശ്രമം സകലതും കവിതയ്ക്ക് അടിയറവ് വെക്കാനും. ഓൾസൺ ഏജൻസിയുമായിട്ടുള്ള സകല ഇടപാടുകളും നമ്മൾ അവസാനിപ്പിക്കാനുള്ള കാരണം അപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ? പണി നടന്നുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗിന്റെ ഒരു ഫ്ലോർ തകർന്നു വീണത് അപ്പച്ചി മറന്നു കാണില്ലെന്നാണ് ഞാൻ കരുതിയത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു സഞ്ജു പറയുന്നത്? മംഗലശ്ശേരി കൺസ്ട്രക്ഷൻസ് ബാൻ ചെയ്ത ഒരു ഏജൻസിയുമായിട്ട് വീണ്ടും കരാറിലെത്തിയിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല.
അന്ന് നമുക്കുണ്ടായ നഷ്ടത്തിനും പേരുദോഷത്തിനും കാരണം ഈ പോൾസൺ ഏജൻസിയാ. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് മതി എന്ന ബോർഡ് മീറ്റിംഗ് തീരുമാനം ആരാണ് കാറ്റിപ്പറത്തിയത്? അപ്പച്ചേട്ടൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരണം. നിന്റെ നാവ് അടപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലടാ. ദിനേശിനോടൊന്ന് പുറത്തു പോകാൻ പറ സഞ്ജു. അങ്കിൾ എന്തിനു പുറത്തു പോണം? അങ്കിൾ അന്യനൊന്നും അല്ലല്ലോ. ഓക്കെ, എന്ത് എക്സ്പ്ലനേഷനാണ് ഞാൻ നിനക്ക് തരേണ്ടത്? എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനൊന്നും നീ ആയിട്ടില്ല. തൊഴിലാളികളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു പ്രോബ്ലത്തിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ MD ആയി വരുന്നതിന് മുൻപേ മംഗലശ്ശേരി ഗ്രൂപ്പുമായി തുടങ്ങിയ ബന്ധം അവർക്ക്. തേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇറക്കിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയുടെ ബില്ല് മാറുന്നതിനെ പറ്റി കൂടി അപ്പച്ചി ഒന്ന് പറഞ്ഞേ കൊള്ളാം. അത് തേർഡ് ക്വാളിറ്റി ആണെന്ന് സഞ്ജുവിനോട് ആരാ പറഞ്ഞേ? സഞ്ജു സൈറ്റ് വിസിറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ദിനേശൻ പറഞ്ഞ അറിവ് വെച്ചിട്ടല്ലേ അക്കൗണ്ട്സ് ഫയൽ വാങ്ങിച്ചിട്ട് സഞ്ജു ഈ അഭിപ്രായം പറഞ്ഞത്? ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. ഓ, എന്നോട് ഈ വിവരം പറഞ്ഞത് സൈറ്റ് മാനേജറും തൊഴിലാളികളാണ്. കവിത ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത്. ഞാൻ എന്തിനു ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യണം? ദിനേശൻ അതുകൂടി എനിക്ക് പറഞ്ഞു. ദിനേശന്റെ കള്ളക്കളികൾ നടക്കാതെ വന്നപ്പോ തൊഴിലാളികൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് അവരെ വശപ്പെടുത്തിയ ദിനേശൻ നാണം കെട്ട കളി നടത്തുന്നത്. കർക്കശക്കാരനായതുകൊണ്ട് തൊഴിലാളികൾക്ക് ഗൗതത്തിന് താല്പര്യമില്ല. കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ശമ്പളക്കാരൻ മാത്രമാണ് ഗൗതം. ആ ശമ്പളക്കാരന്റെ സർവീസ് ഇനി ഈ കമ്പനിക്ക് വേണ്ട. അയാളുടെ എല്ലാ ഇടപാടുകളും തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഗൗതമിനെ അപ്പോയിന്റ് ചെയ്തതേ ഞാനാ. അയാൾ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾക്കെതിരെയുള്ള നടപടി ഞാൻ എടുത്തോളാം. ഈ വിഷയത്തിൽ സഞ്ജു ഇടപെടണ്ട. എന്താ സഞ്ജുവിന് അതിന് അധികാരമില്ലേ? എന്റെ PA പിരിച്ചുവിടണമെങ്കിൽ അതിന് എന്റെ പെർമിഷൻ വേണം. നീ എന്താ ദിനേശ കരുതിയത്? ഗൗതമിനെ അങ്ങ് ഒഴിവാക്കി വിടാന്നോ? അയാൾ കാണിച്ചതേ ഒന്നാം തരം തട്ടിപ്പാ. ഓഹോ, മംഗലശ്ശേരിക്കാരെ വെട്ടിച്ചും തട്ടിച്ചും നീ ജീവിക്കുന്നുണ്ടല്ലോ. നിന്റെ അതേ സ്ഥാനം ഗൗതമിനും ഇവിടെ ഉണ്ട്. അതോർത്ത് വച്ച നിനക്ക് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.